ABVP പ്രതിഷേധത്തിന് പിന്നിൽ രാജ്ഭവന്റെ നിർദ്ദേശമെന്ന മന്ത്രി വി ശിവൻകുട്ടി. രാജ്ഭവനിലെ 2 RSSുകാർക്ക് ഇതിൽ പങ്കുണ്ട്. സമരത്തിന് താൻ എതിരല്ലെന്നും പക്ഷേ അതിനൊരു ന്യായവും നീതിയും വേണ്ടേ എന്നും മന്ത്രി ചോദിച്ചു. അതിനിടെ RSS ഭാരതാംബ സങ്കല്പത്തെ പ്രകീർത്തിച്ച് വീണ്ടും ഗവർണർ രംഗത്തെത്തി. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നിലപാട് മാറ്റും വരെ പ്രതിഷേധിക്കുമെന്ന് SFI അറിയിച്ചു. രാജ്ഭവനെ RSS വൽക്കരിക്കുന്ന ഗവർണറുടെ നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് പറഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാഹനത്തിന് മുന്നിലും പൊതു സ്വകാര്യ പരിപാടികളിലും ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി യാത്ര തടസ്സപ്പെടുത്തിയത്. എന്തിനാണ് തടയുന്നതെന്നോ പ്രതിഷേധത്തിന്റെ ആവശ്യമെന്തെന്നതോ പ്രവർത്തകർ ഇതുവരെ അറിയിച്ചിട്ടില്ല. ABVP പ്രതിഷേധത്തിന് പിന്നിൽ രാജ്ഭവന്റെ നിർദ്ദേശമാണെന്നും രാജ്ഭവനിലെ 2 RSSുകാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അത് വൈരാഗ്യമാണ്. കാരണം BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത മണ്ഡലമാണല്ലോ. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവർ സമരം ചെയ്യട്ടെ. ഇപ്പം ഞങ്ങൾ ഇന്നലെ CA2-ൻ്റെ ധർണ ഉണ്ടായിരുന്നു രാജ്ഭവന് മുന്നേ. പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത ധർണ എന്നല്ലേ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, 5-10 ആളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഈ തെരുവിൽ യുദ്ധം മനഃപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിന് രാജ്ഭവനിലെ ഉപദേശമുണ്ട്. രാജ്ഭവനിൽ 2 കടുത്ത RSSകാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ 2 പേരുടെയും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ 2 പേരും ഗവർണറെ ഉപദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാണ്, ഗവർണർക്ക് അറിയില്ലല്ലോ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞതിനൊക്കെ ഏശുന്നില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോടും തിരുവനന്തപുരത്തും ABVP BJP പ്രവർത്തകർ കാരണമില്ലാതെയാണ് പ്രതിഷേധവുമായി എത്തിയത്. സമരത്തിന് താൻ എതിരല്ലെന്നും പക്ഷേ അതിനൊരു ന്യായവും നീതിയും വേണ്ടേയെന്നും മന്ത്രി ചോദിച്ചു. അതിനിടെ ഭാരതാംബ സങ്കല്പത്തെ പ്രകീർത്തിച്ച വീണ്ടും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രംഗത്തെത്തി. അടിയന്തരാവസ്ഥ കാലത്താണ് ഭാരതാംബ സങ്കല്പം കൂടുതൽ തെളിമയോടെ മനസ്സിലാക്കിയതെന്നും പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ഭാരതാംബ സങ്കല്പത്തെ കാണാനായെന്നുമാണ് ഗവർണറുടെ പരാമർശം. ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ നിലപാട് മാറ്റും വരെ സംസ്ഥാനത്തെ മുഴുവൻ കലാലയങ്ങളിലും ബാനർ ഉയർത്തി പ്രതിഷേധിക്കുമെന്ന് SFI അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.